സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവാദങ്ങളും ഉയരുകയാണ്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് എന്നും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സ്റ്റണ്ട് മാത്രമാണ് പ്രഖ്യാപനമെന്നും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ആരോപിച്ചു. അതേസമയം കൃത്യമായ സർവേകളുടെയും പദ്ധതികളുടെയും അടിസ്ഥാനത്തിലാണ് നേട്ടം പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. ജൂൺ 28-നാണ് സംസ്ഥാനത്ത് അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ മന്ത്രി എം.ബി. രാജേഷ് പ്രഖ്യാപിച്ചത്. 2021 ആരംഭിച്ച സർവേയിൽ 903 കുടുംബങ്ങൾ ജില്ലയിൽ അതിദരിദ്രരായി ഉണ്ടെന്നും ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു നടപ്പാക്കിയാണ് നേട്ടം കൈവരിച്ചതെന്നും സർക്കാർ അവകാശപ്പെട്ടു. എന്നാൽ പ്രഖ്യാപനം വെറും തെരഞ്ഞെടുപ്പ് നാടകമാണെന്നും എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം നടത്തിയതെന്നും ബി.ജെ.പി. നേതാക്കൾ ചോദിച്ചു. എന്തെല്ലാം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അതിദരിദ്രർ ഈ കോട്ടയം ജില്ലയിലുണ്ട്, അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അങ്ങനെ ആരും തന്നെ ഈ കോട്ടയം ജില്ലയിൽ ഇല്ല എന്ന് കണ്ടുപിടിച്ച് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു സർവേ നടക്കണമല്ലോ. ആ സർവേ നടത്തിയതിനു ശേഷം അങ്ങനെ അതിദാരിദ്ര്യമുള്ള ആളുകൾ ഈ കോട്ടയം ജില്ലയിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും എന്താണ് നടപടിയെടുത്തിട്ടുള്ളത്? അതിദരിദ്രരായി കണ്ടെത്തിയ 903 കുടുംബങ്ങളിൽ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഓരോരുത്തർക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ പദ്ധതി തയ്യാറാക്കിയെന്നും ഭക്ഷണം, പാലിയേറ്റീവ് സഹായം, മരുന്ന്, പാർപ്പിടം, വരുമാനമാർഗം തുടങ്ങി പലവിധ സഹായങ്ങൾ ഒരുക്കി നൽകിയാണ് നേട്ടം കൈവരിച്ചതെന്നും മന്ത്രി വി.എൻ. വാസവൻ മറുപടി പറഞ്ഞു. ഓരോ വ്യക്തിയെയും കൃത്യമായി ഫോക്കസ് ചെയ്ത് മൈക്രോ പ്ലാൻ തയ്യാറാക്കി വീടില്ലാത്തവർക്ക് വീട്, അതുപോലെ ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം, ആരോഗ്യം സംരക്ഷണം വേണ്ടവർക്ക് അത്, പാലിയേറ്റീവ് കെയർ വേണ്ടവർക്ക് അത്, അതേപോലെ തന്നെ മരുന്നും വസ്ത്രവും കൊടുക്കേണ്ടവർക്ക് അത്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സംരക്ഷണം ഉറപ്പാക്കി വീടുകളിലെത്തിച്ച് ഇപ്പോഴും ഭക്ഷണ കിറ്റ് കൊടുത്തുകൊണ്ടും അന്നം കൊടുത്തുകൊണ്ടും അതെല്ലാം കൃത്യമായി ശാസ്ത്രീയമായി പരിശോധിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു നോംസ് അനുസരിച്ച് താഴെ സർവേ നടത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കി കൃത്യമായിട്ടാണ് ആ പരിപാടി നടപ്പാക്കിയത്. 2025 നവംബറോടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് കോട്ടയത്തിന്റെ നേട്ടം ഊർജം പകരുമെന്നാണ് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചത്. ന്യൂസ് മലയാളം, കോട്ടയം.